ഇനി അങ്ങോട്ട് ഫങ്ഷൻസ് ഒക്കെ വരാൻ പോവാണ്. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരിയാണ്. നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാരിയുടെ കളക്ഷൻ. ഒന്ന് വന്നിരിക്കുന്ന ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ നല്ല റിച്ച് ലുക്കിംഗ് ആണ്. അതുപോലെ തന്നെ സാരി ഡ്രേപ്പ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അങ്ങനെ നമുക്കിതിൽ 4 കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. നമുക്കങ്ങനെ ഇതെല്ലാം ഹാൻഡ് പിക്ഡും ആണ്, ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമുക്കൊരു ഫംഗ്ഷൻ ഒന്നും നോക്കാനില്ല, അത്ര ഭംഗിയാണ് ഈ സാരി. നല്ല റിച്ച് ലുക്കിംഗ് ആണ്. അതേപോലെ ഇത് ഒരു കംപ്ലീറ്റ്ലി ഒരു എത്നിക് ഫീലാണ് ഈ ഒരു സാരിക്ക് വന്നേക്കുന്നത്. അതേപോലെ വേറൊരു ഡിസൈൻ നമ്മൾ കാണുന്നത് ഇതുപോലെ ഹാൻഡ് പെയിൻറ്റും അതിൻ്റെ കൂടെ കാന്ത എംബ്രോയ്ഡറിയും കൂടെ, കാന്ത വർക്ക് ഹാൻഡ് വർക്കാണ് അതും കൂടെ വന്നേക്കുന്നത്. നല്ലൊരു പ്രൈസ് റേഞ്ചിലാട്ടോ ഈ 2 സാരീസ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ക്രേപ്പ് സിൽക്കിൽ വന്നിരിക്കുന്ന സാരി കാണാം. ക്രേപ്പ് സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഫ്ലോയി ആണ്, ഉടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉടുത്ത് കഴിയും. അതേപോലെ ഒതുങ്ങി കിടക്കും. ഉടുത്ത് കഴിഞ്ഞ് നല്ല ഭംഗിയിൽ നമ്മൾ നമ്മുടെ ബോഡി ഷേപ്പിലൂടെ നന്ന ഭംഗിയിട്ട് ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബോഡി ഫുള്ളായിട്ട് ആ ഒരു ലൈൻസ് വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു ആൻറ്റിക് ഗോൾഡൻ സാരി ഉപയോഗിച്ചുള്ള ലൈൻസാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരി. അതുപോലെ ആ വീവിങ് ആണല്ലോ ഒട്ടും ഹെവി അല്ല, നല്ല സ്മൂത്താണ് വീവിങ്. സാരിയൊക്കെ നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റാണ്. ബോർഡറൊക്കെ നമുക്ക് നല്ല ഇങ്ങനെ പിടിക്കുക, അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ബോർഡറുമാണ്. അപ്പോൾ വൺ സൈഡ് വീതി കുറഞ്ഞും മറ്റേ സൈഡിലോട്ട് വീതി കൂടിയായിട്ടുള്ള ബോർഡറാണ് വരുന്നത്. പിന്നെ പല്ലു പോർഷനും നല്ല വീതിയിലുള്ള സാരി വീവിങ് വന്നിട്ടുണ്ട്. ബോഡി ഫുള്ളായിട്ട് ആ സ്ട്രൈപ്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഉടുത്ത് കഴിയുമ്പോഴും നല്ല ഭംഗിയാണ്. ഇങ്ങനെ ആ ലൈൻസ് ഇങ്ങനെ മിഡിൽ പോർഷനിൽ വന്നു കഴിയുമ്പോൾ. പിന്നെ ഇതിൻ്റെ ബ്ലൗസും ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ബ്ലൗസും ഇതുപോലെ സെയിം കളർ ടോണിലോട്ട് വന്നിട്ട് അതിൽ ബൂട്ടാസും ചെറിയൊരു വീവിങ് കൂടെ വന്നേക്കാണ്. ഇതും നല്ല ഭംഗിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബൂട്ട വീവിങ് പിന്നെ ലൈൻസും ഇടയ്ക്കൊരു ചെറിയ സീക്വൻസ് വർക്കും. അപ്പോൾ ഇത് വന്നേക്കുന്നതും ആ ഒരു ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ബ്ലൗസും വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല റിച്ച് ലുക്കിംഗ് ആയിരിക്കും ഈ ഒരു സാരി. പിന്നെ ഇതിൽ നമുക്ക് കളേഴ്സ് അവിടുന്ന് ഗ്രീനാണ്, കുറച്ച് ഡീപ്പ് ഗ്രീൻ. എല്ലാ വീവിങ്ങും ഡിസൈനും എല്ലാം സെയിം ആണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഓപ്പൺ ചെയ്യുന്നില്ല. ഇതുപോലെ വരും ഗ്രീൻ കളറ്. ബ്ലൗസ് വരുമ്പോൾ ഇത് സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ. ഇതൊരു ഷെയ്ഡ്. അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡീപ്പ് ടീൽ ബ്ലൂ കളറിൽ. നമുക്ക് ഫങ്ഷനൊക്കെ ഒന്നും നോക്കാനില്ല കേട്ടോ, നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ ഉടുത്ത് കഴിയുമ്പം. ടീൽ ബ്ലൂവിൽ കണ്ടോ അങ്ങനെ വരും. പിന്നെ ബ്ലൗസ് ഒരു സെയിം പാറ്റേണിൽ. ഇത് മറ്റൊരു ഷെയ്ഡ്. അപ്പോൾ ഇതിലൊരു ഷെയ്ഡും കൂടെ നമുക്കുണ്ട്. ഇത് വന്നേക്കുന്ന പേർപ്പിൾ കളറിൽ നല്ല റിച്ച് ആയിട്ടുണ്ട് ഇതും. ഇതുപോലെ 4 കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസും സെയിം പാറ്റേൺ തന്നെ. ഇതാണ് ഇതിൻ്റെ 4 കളേഴ്സ്. ഈ ഒരു സാരിയുടെ റേഞ്ച് വന്നിട്ടുള്ളത് 2899 പ്രൈസ് റേഞ്ചിലാട്ടോ. ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ നല്ല എലഗൻറ്റും ആണ്, യുണീക്കാണ്. നമ്മളൊരു ക്രൗഡിൽ ഉടുത്തുകൊണ്ട് പോയാൽ നമ്മളവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് അതിൽ വന്നേക്കുന്നത്. അപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന ഷെയ്ഡ് ഇതിൻ്റെ വരുന്നത് യെല്ലോയാണ്. ഇതിൻ്റെ ഫാബ്രിക് ഞാനൊന്ന് കാണിച്ചു തരാം. ഫാബ്രിക് വന്നിട്ടുള്ളത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കാണ്. അതിലിങ്ങനെ നമ്മൾ ഈ നെറ്റ് കോട്ടയിലൊക്കെ കാണുന്ന പോലത്തെ വീവിങ് ആണ് വന്നേക്കുന്നത്. യെല്ലോ ത്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ സരി ത്രെഡും വീവിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെക്ക് പാറ്റേൺ പോലെ വരും, ചെറിയ ചെറിയ ചെക്സ് ആണ്. നല്ല ഒതുക്കമുള്ള നല്ല മെറ്റീരിയലുമാണ്. നല്ല ഒരു നന്നായിട്ട് ഒതുങ്ങി നിൽപ്പുണ്ട്. നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴും കാണാനും നല്ല റിച്ച് ലുക്കിംഗ് ആണ്. പിന്നെ 2 സൈഡിലും ചെറിയ ഗോൾഡൻ ബോർഡർ വന്നിട്ടുണ്ട് ഇതിന്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് ടാസൽസ് കെട്ടി വന്നിട്ടുണ്ട്. അത് സെയിം കളർ ടോണിൽ തന്നെ വരും. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഹാൻഡ് പെയിൻ്റ് ആണ്. അത് കളേഴ്സ് വന്നേക്കുന്നത് യെല്ലോയിലോട്ട് ഒരു മാവ് ഷെയ്ഡ് വന്നിട്ടുണ്ട്, പിങ്ക് ബ്ലൂയിഷ് ഗ്രേ ഒക്കെ ടോണിലാണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കൊടുത്ത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. അത് ഒരു അബ്സ്ട്രാക്റ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ. അങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിൽ വന്നിട്ടില്ല. ഇതുപോലെ പല്ലു പോർഷനിലോട്ട് ഉണ്ട്, അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ ഈവൻ ഈ ഒരു പോർഷനിലോട്ടും വരുന്നുണ്ട്. ഈവൻ ഉടുത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിലോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈവൻ നമ്മുടെ ആ ഒരു പ്ലീറ്റ്സ് ഫ്രണ്ടിൽ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ആ ഒരു ഹാൻഡ് പെയിൻറ്റും അതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് കാന്ത വർക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഹാൻഡ് വർക്ക് ഇതിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് പെയിൻറ്റിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഭംഗിയായിട്ടുണ്ട് ഈ സാരി ഓവറോൾ. പിന്നെ ഇതിൻ്റെ ബ്ലൗസും നല്ല ഭംഗിയാണ്. അത് വന്നേക്കുന്ന ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുള്ള ബ്ലൗസ്. അത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ബ്ലൗസ് വന്നേക്കുന്നത്. ആ യെല്ലോ സെയിം കളർ ടോണിൽ തന്നെ വരും. അപ്പോൾ ബ്ലൗസ് കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ആ സെയിം കളർ ടോണിലുള്ള ബ്ലൗസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ സാരിയുടെ പാറ്റേൺ വന്നിട്ടുള്ളത്. ഇതിലുള്ള അടുത്ത ഷെയ്ഡ് കണ്ട് ഇത് വന്നിട്ടുള്ളത് ടർക്കിഷ് ഗ്രീൻ കളറിൽ.
അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ അതിൻ്റെ ആ ഹാൻഡ് പെയിൻറ്റ് വന്നേക്കുന്ന കാണിക്കാനാണ് ഞാനിങ്ങനെ പിടിച്ചേക്കുന്നത്. ഇതുപോലെയാണ് ഇത് വന്നേക്കുന്നത്. ചെറിയ ചെറിയ ബൂട്ടാസ് ആയിട്ടും ഫ്ലവർ വരുന്നുണ്ട്, ബഞ്ച് ഓഫ് ഫ്ലവർ ഡിസൈൻ പാറ്റേണിൽ വരുന്നുണ്ട്. ഇതിലോട്ട് തന്നെ ഒരു ടർക്കോവൈസിൻ്റെ കളർ, പിങ്കിൻ്റെ ഷെയ്ഡ്, ഒരു ഹെദർ പേർപ്പിൾ കളർ ഒക്കെ കൊടുത്താണ് ഇതിലോട്ടുള്ള ഹാൻഡ് പെയിൻറ്റിങ് വന്നേക്കുന്നത്. ഇതാണ് അടുത്ത കളർ വരുന്നത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും അതേപോലെ തന്നെ സെയിം കളറിൽ സെമി സിൽക്കിൽ സെയിം പാറ്റേണിലുള്ള ബൂട്ടാസ്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു കളറ്. ഇനി ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു പിങ്ക് കളറാണ്. അതിലോട്ട് ഒരു പിസ്ത ഗ്രീൻ ടോണ്, ബ്ലൂയിഷ് ഗ്രേ, അതുപോലെ പിങ്കിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺ, ഇതൊക്കെയാണ് ഇതിലുള്ള ഹാൻഡ് പെയിൻറ്റിൽ വന്നേക്കുന്നത്. ഇതാണ് അടുത്ത സാരി, അടുത്ത കളറ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ, ഇതുപോലെ വരും. ഒരു സാൽമൺ പിങ്ക് എന്നും കൂടെ പറയാം കേട്ടോ. പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു സാൽമൺ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇനി ഇതിലൊരു പീച്ച് കളറും കൂടെ ഉണ്ട്. അതുപോലെ വരും പീച്ച് കളറിലുള്ള സാരി. അതിലോട്ട് ആ ഒരു ഗ്രീൻ, പിന്നെ മൗ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. പിങ്കിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺസ്, പിന്നെ ഗ്രേഡ് തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺസ്. അങ്ങനെയാണ് ഇതിലോട്ട് ഈ ഒരു പീച്ച് ഷെയ്ഡിലോട്ട് വന്നേക്കുന്നത്. അടുത്തതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ പീച്ച് കളറിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം പാറ്റേണിൽ തന്നെ ചെറിയ ബൂട്ടാസ് ഉള്ള ഫാബ്രിക്, ഒരു സിൽക്ക് ഫാബ്രിക്കിലാണ് ബ്ലൗസും വന്നിരിക്കുന്നത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള സാരിയാണ്. അപ്പം നമ്മളിന്ന് കണ്ട 2 ഡിസൈൻസും വളരെ നല്ല ഒരു യൂണീക്ക് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരുന്നു. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിലുള്ള ഐറ്റംസ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.